നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ബജാജ് ഗ്രൂപ്പിലെ രണ്ട് സ്റ്റോക്കുകളാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസും ബജാജ് ഫിനാൻസും. ബജാജ് ഫിനാൻസ് ഇന്ന് 0.48% ഉയർന്ന് 9305 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 9393, 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. 52 വീക്കിലോ 6375. ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ നാളെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ പിന്നിലെ പ്രധാന കാരണം കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസും പ്രഖ്യാപിക്കുന്നതിന് ഏപ്രിൽ 29 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. മുമ്പ് 2016 സെപ്റ്റംബറിലായിരുന്നു 1:1 എന്ന റേഷ്യോയിൽ ബജാജ് ഫിനാൻസ് എന്ന കമ്പനി ബോണസ് പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം 2024 ജൂൺ മാസത്തിൽ 36 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. ഇവിടെ കോർപ്പറേറ്റ് ആക്ഷൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിലും വരും ദിവസങ്ങളിലും ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതേസമയം സ്റ്റോക്ക് ഓൾ ടൈം ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നോക്കിയാൽ 38 അനലിസ്റ്റുകളിൽ 28 അനലിസ്റ്റുകൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. 5 അനലിസ്റ്റുകൾ സ്റ്റോക്കിന് ഹോൾഡ് എന്ന റേറ്റിംഗും ബാക്കിയുള്ള അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ആവറേജ് അനലിസ്റ്റുകളുടെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2% ഡൗൺ സൈഡിലുള്ള ടാർഗറ്റാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തേത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. സ്റ്റോക്ക് 131 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1.10 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 49.98. 52 വീക്കിലോ 103, 52 വീക്ക് ഹൈ 188. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ Q4 റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ നെറ്റ് പ്രോഫിറ്റ് 54% വർദ്ധിച്ച് 381 കോടിയിൽ നിന്നും 587 കോടിയിലേക്കെത്തി. കൂടാതെ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 31% വർദ്ധിച്ച് 823 കോടിയായി മാറുകയും ചെയ്തു. ടോട്ടൽ ഇൻകം 2024 ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടോട്ടൽ ഇൻകം 1997 കോടിയിൽ നിന്നും 2508 കോടിയിലേക്കെത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1996 കോടിയിൽ നിന്നും 2508 കോടിയിലേക്ക് ഉയർന്നിട്ടുമുണ്ട്. ഇനി എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 25% വർദ്ധിച്ച് 1731 നിന്നും 2163 കോടിയിലേക്കെത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 20% വർദ്ധിച്ച് 3007 കോടിയായി മാറുകയും ടോട്ടൽ ഇൻകം 9576 അടുത്തെത്തുകയും ചെയ്തു. കൂടാതെ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ലോൺ അസറ്റ് 25% വളർന്ന് 99,513 കോടിയായി ഉയർന്നു. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 26% വർദ്ധിച്ച് 1,14,684 കോടിയായി മാറി. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ 28.24 തുടരുകയും ചെയ്യുന്നു. ഇനി Q4 ഇൻട്രസ്റ്റ് ഇൻകം 2374 കോടിയായി മാറിയിട്ടുണ്ട്. ഇവിടെ 24% വളർച്ച നേടാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം എക്സ്പെൻസ് കോസ്റ്റ് 21% വളർന്ന് 1279 നിന്നും 1551 എത്തുകയും ചെയ്തു. ഇത് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോയെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ടോട്ടൽ നെറ്റ് ഇൻകം 21.7% ഇടിയുകയും ചെയ്തിട്ടുണ്ട്. ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് 0.29, നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ് 0.11% കൂടാതെ 60% പ്രൊവിഷൻ റേഷ്യോയും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. വളരെ അട്രാക്റ്റീവായിട്ടുള്ള റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. 125 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ 131 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 145, 150 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബോട്ടം ലെവലിൽ അല്ലെങ്കിൽ ഒരൽപ്പം ഡീപ്പ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 108 രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് പരിഗണിക്കാം. അതല്ലെങ്കിൽ 115-നും 120-നും ഇടയിലുള്ള സ്റ്റോപ്പ് ലോസും ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ പരിഗണിക്കാവുന്നതാണ്. സ്റ്റോക്കിന് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്ന ടാർഗറ്റ് 145 മുതൽ 150 വരെയുള്ള ടാർഗറ്റാണ്. 130 രൂപയുടെ സ്റ്റോക്ക് 150 എന്ന ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി കൂടുതലായതുകൊണ്ട് സ്റ്റോക്കിനെ പരിഗണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്